അപ്പൊ നമ്മളിതാ ഇന്ന് വന്നേക്കുന്നത് ലോങ് ഹാരം കളക്ഷൻസുമായിട്ടാണ്. ലോങ് ഹാരം എന്ന് പറയുമ്പോൾ നമുക്ക് ഇപ്പൊ ബ്രൈഡ്സ് ഒക്കെ ആണെങ്കിൽ സെക്കൻഡ് ഹാരമായിട്ട് ഇടാൻ പറ്റുന്നത്, അതല്ല ഇപ്പൊ നിങ്ങൾക്ക് ഒരു ഫംഗ്ഷണൽ വിയർ ഒക്കെ ആണെങ്കിൽ ലോങ് ആയിട്ട് കുറച്ച് മിനിമൽ ആയിട്ട് ഇടാൻ പറ്റിയ രീതിയിലുള്ള മാലകളാണ് നമ്മൾ ഇന്ന് കാണിക്കാൻ പോകുന്നത്. കുറച്ചധികം ഡിഫറെന്റ് വെറൈറ്റീസ് ആയിട്ടുള്ള കളക്ഷൻസ് ആയിരിക്കും. അപ്പൊ ഞാൻ ഓരോന്നും വിയർ ചെയ്ത് കാണിക്കാം. അപ്പൊ ദാ ഫസ്റ്റ് വൺ വന്നേക്കുന്നത് ഇതാണ് ഞാൻ വിയർ ചെയ്തേക്കുന്ന 3 ലെയറിൽ വരുന്ന ഒരു ലോങ് ഹാരാണ്. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കളക്ഷൻ ആണ്. നമുക്കതാ ഭയങ്കര എലഗന്റ് ആയിട്ട് വെയർ ചെയ്യാൻ പറ്റും. ഇതൊരു സാരിയുടെ കൂട്ടത്തിൽ വരുമ്പോൾ എങ്ങനെ ആയിരിക്കും എന്ന് നിങ്ങൾക്ക് ഊഹിച്ചാൽ തന്നെ മനസ്സിലാകും അല്ലെ. പിന്നെ ഇതിന് വരുന്നത് ലക്ഷ്മി പെൻഡന്റ് ആണ് വന്നേക്കുന്നത്. നിറച്ച് ഇവിടെ ഈ ഒരു മിഡിൽ വരെ നമുക്ക് 3 ലെയറിലും ബാക്കിലോട്ട് നമുക്ക് 2 ലെയറിലുമാണ് പോയേക്കുന്നത്. അതേപോലെ തന്നെ അതാ ഈ ഒരു ഏരിയയിൽ ഇതിലിവിടെ വന്നേക്കുന്ന പോലത്തെ പീകോക്ക് ഡിസൈനും ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഫുൾ റൂബിലാണ് വന്നേക്കുന്നത്. വിത്ത് ജിംക്കയാണ് വരുന്നത്. ജിംക്ക ഞാനൊന്ന് കാണിച്ചു തരാം. ഇതാ ഇങ്ങനത്തെ ജിംക്ക ആയിരിക്കും ഇതിന്റെ കൂട്ടത്തിൽ അറ്റാച്ച് ചെയ്ത് വരുന്നത്. അടുത്തൊരു പീസ് വന്നേക്കുന്നത് സെയിം പാറ്റേൺ തന്നെയാണ്. ഇവിടെ 3 ലെയർ ആണ് വരുന്നത്. ഇതിൽ ഈ ഒരു പെൻഡന്റിലാണ് ഡിഫറൻസ് വന്നേക്കുന്നത്. ഇതിനകത്ത് സ്റ്റോൺ വർക്ക് ഈ ഒരു പെൻഡന്റിൽ കുറവാണ്. കൂടുതലും ആ ഒരു ആന്റിക് വർക്ക് തന്നെയാണ് വന്നേക്കുന്നത്. ലക്ഷ്മി ഡിസൈൻ വന്നിട്ടുണ്ട്. സൈഡിൽ എലിഫന്റ് വർക്ക് വന്നിട്ടുണ്ട്. ഈ ഒരു താഴത്തെ ലെയറിൽ റൂബി സ്റ്റോൺസ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ബീഡ്സ് ആണ് വന്നേക്കുന്നത്. പിന്നെ ഇതിന്റെ അകത്തിലെ കുറച്ചൊരു സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് ഇവിടെ ഈ ഒരു 3 ലെയർ ബീഡ്സ് വന്നിട്ട് ഇവിടെ കുറച്ച് ഡിഫറെന്റ് ആയിട്ടുള്ളൊരു വർക്കാണ് വന്നിരിക്കുന്നത്. കാണാൻ നല്ല ഭംഗിയാണ്. ഭയങ്കര എലഗന്റ് ആയിട്ട് നമ്മൾ വിയർ ചെയ്യുമ്പോഴത്തേക്ക് കിടക്കും. ഇതിന്റെ ജിംക്ക വരുന്നത് സെയിം പാറ്റേണിൽ തന്നെ ഫുൾ റൂബിയിൽ വരുന്ന ഒരു മീഡിയം സൈസ് ജിംക്കയാണ്. എല്ലാവർക്കും വിയർ ചെയ്യാൻ പറ്റുന്ന ഒരു സൈസിലുള്ള ജിംക്കാസ് ആണ് നമ്മളുടെ ഈ ഒരു ലെയർ ഹാരത്തിന് വരുന്നത്. അടുത്ത പാറ്റേൺ വന്നേക്കുന്നത് നമ്മളിപ്പോൾ കണ്ട പോലെ തന്നെ സിമിലർ കൈൻഡ് ഒരു പെൻഡന്റ് ആണ് വന്നേക്കുന്നത്. മൈന്യൂട്ട് ആയിട്ടുള്ള ഡിഫറൻസ് മാത്രമേ ഈ ഒരു പെൻഡന്റ് ഏരിയയിൽ വന്നിട്ടുള്ളൂ. അതിൽ നമുക്ക് താഴത്തെ പോർഷനിൽ ഒരു റൗണ്ടിൽ റൂബി സ്റ്റോൺ വന്നിട്ടുണ്ടെങ്കിൽ ഇതിൽ അവിടെ ഇവിടെ മിഡിലായിട്ട് ഇടയ്ക്കിടയ്ക്ക് റാൻഡ് ആയിട്ടാണ് റൂബി സ്റ്റോൺസ് വന്നേക്കുന്നത്. ലക്ഷ്മി ഡിസൈൻസും ബാക്കി എല്ലാം സെയിം ആണ് വന്നേക്കുന്നത്. പിന്നെ ഇതിൽ ഇവിടെ ഒരു 3 ലെയർ ബീഡ്സ് കൊടുത്തിട്ട് ഇവിടെ ലക്ഷ്മി വരുന്നുണ്ട്. ബാക്കിലോട്ട് നമുക്ക് 2 ലെയർ ബീഡ്സ് തന്നെയാണ് വരുന്നത്. ഒരുപാട് ഇവിടെ ഇങ്ങനെ ഒരു വർക്ക് ആ ഒരു രീതിയിൽ വേണ്ട എന്നുള്ളവർക്ക് ഇത് ചൂസ് ചെയ്യാവുന്നതാണ്. പിന്നെ ഇതിന്റെ ജിംക്ക വന്നേക്കുന്നത് മറ്റേതിൽ നിന്നും കുറച്ച് ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ജിംക്കയാണ്. ഇതിൽ സ്റ്റോൺ വർക്ക് ഭയങ്കര മിനിമൽ ആയിട്ടാണ് കൊടുത്തേക്കുന്നത്. ലക്ഷ്മി ഡിസൈൻ ടോപ്പിൽ കൊടുത്തിട്ടുണ്ട്. അടുത്ത ഒരു മാല വന്നേക്കുന്നത് ഇത് എല്ലാവരുടെയും ഓൾ ടൈം ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ഐറ്റം ആണ്. കുറച്ച് നാളായിട്ട് ഈ ഒരു പാറ്റേൺ നമുക്ക് എപ്പോഴും സ്റ്റോക്ക് കാണും. കാരണം ഈ ഒരു സാധനം നമുക്ക് സ്റ്റോക്ക് ഔട്ട് ആകുമ്പോൾ എഗെയിൻ ഡിമാൻഡ് വരുന്ന ഒരു ഐറ്റം ആണ്. ഭയങ്കര എലഗന്റ് ആയിട്ടുള്ള ഒരു പാറ്റേൺ ആണ് വന്നേക്കുന്നത്. ലക്ഷ്മി ഡിസൈൻ ആണ് ഈ ഒരു പെൻഡന്റിൽ വന്നേക്കുന്നത്. ലക്ഷ്മി മിഡിൽ വന്നിട്ട് സൈഡിൽ ഫുള്ള് സ്റ്റോൺ വർക്ക് വന്നിട്ടുണ്ട്. 3 ലെയറിലാണ് വന്നേക്കുന്നത്. നമ്മൾ മിഡിലിൽ ലക്ഷ്മി ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. ബാക്കിലോട്ട് സെയിം പോലെ തന്നെ 2 ലെയറിൽ നമ്മൾ ബീഡ് വർക്കും കൊടുത്തിട്ടുണ്ട്. ഭയങ്കര എലഗന്റ് ആയിട്ടുള്ള ഒരു പീസാണ്. ഇതാണ് ഇതിന്റെ ഇയറിംഗ് വരുന്നത്. നമുക്ക് ഈ ഒരു പെൻഡന്റിൽ അത്യാവശ്യം റൂബി വർക്ക് വന്നിട്ടുള്ളത് കൊണ്ട് തന്നെ അതുപോലെ 2 ലെയറിൽ നമുക്ക് ജിംക്കയിലും റൂബി വർക്ക് വന്നിട്ടുണ്ട്. ടോപ്പിൽ പീകോക്ക് ഡിസൈൻ ആണ് വന്നേക്കുന്നത്. അടുത്തൊരു പീസ് വന്നേക്കുന്നത് നമ്മൾ ഇതിപ്പോൾ 3rd ടൈം ആണ് ഈ ഒരു പാറ്റേൺ റീസ്റ്റോക്ക് ചെയ്യുന്നത്. ഇനിയും അഗെയിൻ നമുക്ക് ഈ ഒരു സിംഗിൾ പീസസ് മാത്രമേ ഇനിയിപ്പോൾ സ്റ്റോക്കിൽ അവൈലബിൾ ആയിട്ടുള്ളൂ. അത്രയ്ക്ക് ഡിമാൻഡിങ് ആയിട്ടുള്ള ഒരു ഐറ്റം ആണ്. ഇതിന്റെ പെൻഡന്റ് ആണ് ഇതിന്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. ഭയങ്കര എലഗന്റ് ആയിട്ടൊരു 3D വർക്ക് പോലെ വരുന്ന ലക്ഷ്മി ഡിസൈനിലുള്ള ഒരു പെൻഡന്റ് ആണ് വന്നേക്കുന്നത്. ആ ഒരു ലക്ഷ്മി ഡിസൈനിന്റെ താഴത്തെ ഭാഗത്ത് ഫുൾ ഒരു റൗണ്ടിൽ കെം സ്റ്റോൺ ആണ് ഫുൾ റൂബിയിൽ വന്നേക്കുന്നത്. പിന്നെ ബാക്കി സ്പെസിഫിക്കേഷൻസ് എല്ലാം ഇവിടെ 3 ലെയർ വരുന്നുണ്ട്. അതേപോലെ തന്നെ മിഡിലിൽ 2 ലക്ഷ്മി ഡിസൈൻ വന്നിട്ട് ബാക്കിലോട്ട് ബോൾ ചെയിൻ പോകാതെ ഇങ്ങനെ ഒരു ഫ്ലവർ പോലത്തെ വർക്കാണ് സൈഡിലോട്ട് പോയേക്കുന്നത്. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഹാരമാണ്. അതിന്റെ ജിംക്ക സെയിം കെമ്പ് തന്നെയാണ് റൂബിയിൽ വന്നേക്കുന്നത്. ബ്യൂട്ടിഫുൾ ആയിട്ട് ടോപ്പിൽ ലക്ഷ്മി ഡിസൈൻ കൊടുത്തിട്ടുള്ള ഒരു ജിംക്കയാണ്. അടുത്തൊരു പീസ് വന്നേക്കുന്നത് നമ്മൾ ഇതുവരെ കണ്ടതിൽ നിന്ന് കുറച്ച് വ്യത്യസ്തമായിട്ടുള്ള ഒരു പീസാണ്. ഇത് ഒരു വലിയ ബോൾസ് വന്നേക്കുന്നത്. ഈ ഒരു ചെയിൻ ഫുള്ളായിട്ട് വലിയ ബോൾസ് ആണ് വന്നേക്കുന്നത്. പിന്നെ ഇവിടെ ഒരു പെൻഡന്റ് വന്നിട്ടുണ്ട്. ഇത് ഗോഡസ് ഇമേജസ് ഒന്നും ഇല്ലാത്ത നോട്ട് ഐഡൽ ആയിട്ടുള്ള ഒരു ലോങ് ഹാരാണ് വന്നേക്കുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും യൂസ് ചെയ്യാം. ഇങ്ങനെ മിഡിലിൽ ഒരു ഫ്ലവർ ഡിസൈൻ വന്നിട്ടുണ്ട്. അവിടെ ഒരു ഗ്രീൻ സ്റ്റോൺ ആണ് കൊടുത്തേക്കുന്നത്. ടോപ്പിൽ ഒരു റൂബി സ്റ്റോണും വന്നിട്ടുണ്ട്. ഭയങ്കര മിനിമൽ ആയിട്ട് സ്റ്റോൺസ് വന്നേക്കുന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ലോങ് ഹാരാണ്. പിന്നെ ഇത് ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ്. കുറച്ചധികം നല്ല രീതിയിൽ വെയിറ്റ്ലെസ് ആയിട്ട് വേണം എന്നുള്ളവർക്ക് ഇത് ചൂസ് ചെയ്യാവുന്നതാണ്. പിന്നെ ഇതിന് ജിംക്ക ഇയറിംഗ് അല്ല വന്നേക്കുന്നത്. ഇതിന് സ്റ്റഡ് ഇയറിംഗ് ആണ് വന്നേക്കുന്നത്. സെയിം ആ ഒരു പെൻഡന്റിന്റെ ഫ്ലവർ പാറ്റേണിൽ വന്നേക്കുന്ന സ്റ്റഡ്സ് ആണ്.
അപ്പൊ ജിംക വിയർ ചെയ്യാൻ ഇഷ്ടമില്ലാത്തവർക്ക് ഇത് ഒരു ബെസ്റ്റ് ഓപ്ഷൻ ആയിരിക്കും. അപ്പൊ നമ്മൾ ഇന്ന് കണ്ട ഈ ഒരു പാറ്റേൺസ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു. പുതിയ വെറൈറ്റി കളക്ഷൻസുമായിട്ട് വീണ്ടും കാണാം. അതുവരെ ബൈ.